സ്മൃതി പരുത്തിക്കാട്. ഇതേപോലെ ഇനി ഇല്ലാണ്ടിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ട് ചെയ്യും. കാരണം വെച്ചാൽ അവർ, ഞാൻ ആ വീഡിയോസ് കണ്ടത്, ഇപ്പോൾ സാറാണെങ്കിൽ കൂടി കണ്ടതായിരിക്കും, അവിടെ അത്രയും വലിയൊരു എന്താ പറയുക ഏരിയ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, മെഡിക്കൽ ഡ്രസ്സിൻ്റെ അത്രയും ഒരു തിരക്കുള്ളൊരു ഏരിയയിൽ ഒരു വടം മാത്രം കെട്ടിയത് കൊണ്ട് അത് സുരക്ഷയെ സേഫ് ആണെന്ന് തോന്നണുണ്ടോ? അത് തോന്നണില്ല. മീൻസ് എൻ്റെ ബ്രദർ അത് കണ്ടിട്ടില്ല. ആ വീഡിയോ ഞാൻ കാണുമ്പോൾ അവൻ അടുത്തെത്തിയപ്പോഴാണ് ആ വടം കണ്ടിരിക്കണത്. അവൻ വണ്ടി ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ ആ സമയം ഉണ്ടായിരുന്നില്ല അവൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് പോലീസുകാരുടെ സുരക്ഷാ വീഴ്ച തന്നെയാണ് എൻ്റെ ബ്രദർ എനിക്ക് നഷ്ടമായത്. എന്തായാലും അത് അന്വേഷിക്കണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഭാഗമായി സ്ഥിരമായി ചെയ്യാറുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തന്നെയാണ്. ആ വടം കെട്ടിയ സ്ഥലത്ത് ഒരു 5-6 മീറ്റർ മുമ്പ് ഒരു 3 പോലീസുകാരെ അവിടെ സ്റ്റേഷൻ ചെയ്തിരിക്കുകയും ഉണ്ടായി. അത് പ്രത്യേകിച്ച് ഈ നിർത്താതെ ഇല്ലെങ്കിൽ അമിത വേഗത്തിൽ വരുന്ന യാത്രക്കാരെ വാൺ ചെയ്യാൻ വേണ്ടിയാണ്. നിർഭാഗ്യവശാൽ ഈ പോലീസുകാരുടെ വാർണിംഗ് അനുസരിക്കാതെ ഇല്ലെങ്കിൽ കേൾക്കാതെ ഈ വ്യക്തി അമിത വേഗത്തിൽ പോയി നിർഭാഗ്യവശാൽ ഈ കയറിൽ കുരുങ്ങി മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓവർ സ്പീഡ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മൾ CCTV ഫുട്ടേജ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ചിത്രം കിട്ടുന്നതായിരിക്കും. നമസ്കാരം. പ്രധാനമന്ത്രിയുടെ സുരക്ഷ സാധാരണ പൗരന് മരണക്കയറായി. കഴിഞ്ഞ ഞായറാഴ്ച കൊച്ചിയിലുണ്ടായ ദാരുണ സംഭവമാണ്. വെളിച്ചമില്ലാത്ത റോഡിൽ കുറുകെ വടം കെട്ടി എന്തു സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത്? മനോജ് എന്ന 28-കാരന്റെ മരണത്തിന് പോലീസിന് ഉത്തരവാദിത്തമില്ലേ? കയർ കെട്ടിയതിന് സമീപം 3 പോലീസുകാരുണ്ടായിരുന്നു എന്ന ന്യായീകരണം കൊണ്ട് ഉത്തരവാദിത്തം പൂർണ്ണമാകുന്നുണ്ടോ? 2018-ലും സമാന സംഭവത്തിൽ തലസ്ഥാനത്ത് മരണം സംഭവിച്ചിട്ടുണ്ട്. 2012-ൽ അനിൽ രാധാകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മനോജ് ആ വീടിന്റെ അത്താണിയായിരുന്നു. ആര് നികത്തും ആ നഷ്ടം? മരണം കയറോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ മനോജിന്റെ സഹോദരി ചിപ്പി ഉണ്ണിയുണ്ട്, സാമൂഹ്യ പ്രവർത്തകൻ ഡിജോ കാപ്പനുണ്ട്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ഉദ്യോഗസ്ഥന്മാരായ ജോർജ് ജോസഫ്, കെ ജോയ് എന്നിവരും നമ്മോടൊപ്പം. ചർച്ചയിൽ ആദ്യം ഞാൻ ചിപ്പിയിലേക്കാണ്. ചിപ്പി, സഹോദരനെ നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളാകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവിച്ചത്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയായിരിക്കുന്നു. എന്താണ് അധികൃതരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മറുപടി? ഈ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് നിങ്ങൾ പരാതി നൽകാനിരിക്കുകയാണ്. പരാതി കൊടുത്തോ? ഇല്ല, ഇപ്പോൾ മരണം നടന്നിട്ട് അധികം സമയമായിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വീടിന് വെളിയിലേക്ക് ഇറങ്ങാനായിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരേക്കും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സഹോദരൻ്റെ മരണശേഷം എങ്ങനെയായിരുന്നു പരിക്ക് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ചിപ്പി പറഞ്ഞതാണ്. കഴുത്തിനാണ് പരിക്ക്, തലയ്ക്ക് വാഹനത്തിൽ നിന്ന് പുറകോട്ട് ഇടിച്ചു വീഴുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ CCTVയിൽ നമ്മൾ കണ്ടതാണല്ലോ. അത് എന്ത് തരം കയറായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? വടം ആണെങ്കിൽ അത് കുറച്ചുകൂടി കട്ടിയുള്ളതായിരിക്കും. ഇത്രയും പരിക്കുണ്ടാകുന്ന വിധത്തിൽ, മുറിയുന്ന വിധത്തിൽ അതെന്ത് കയറാണെന്നാണ് മനസ്സിലാക്കുന്നത്? പ്ലാസ്റ്റിക് കയറാണോ? അല്ല, പ്ലാസ്റ്റിക് അല്ല. ഇപ്പോൾ വടമല്ലാതെ തന്നെ വണ്ണം കുറഞ്ഞിട്ടുള്ളതാണ് അതിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ പോലീസിന്റെ അനാസ്ഥയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതലായി ചിപ്പി മനസ്സിലാക്കാനാകുന്നത്? പരിക്കിന്റെ ആഴം ഒക്കെ ഏത് രൂപത്തിലായിരുന്നു എന്നുള്ള കാര്യം ചിപ്പി നേരത്തെ പറഞ്ഞതാണ്. രക്തം നന്നായി പോയിട്ടുണ്ട്, ഒഴുകിയിട്ടാണ് മരണം സംഭവിച്ചത്. ഒന്നത് വിശദീകരിക്കാമോ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഫ്രീസറിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് നന്നായിട്ട് മുറിവുണ്ട്, ബ്ലഡ് ഇപ്പോഴും നിന്നിട്ടില്ല, നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നാണ്
പറഞ്ഞത്. ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകളാണെങ്കിലും നഴ്സുമാരാണെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നത് നല്ലോണം ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ബോഡി ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ നേരത്ത്, അതായത് സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പോലും ചെറുതായിട്ട് തല നനഞ്ഞപ്പോൾ തന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ആംബുലൻസിൽ വെച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഉണ്ടായിരുന്നു ആംബുലൻസിൽ ദഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ കൂടിയാണെങ്കിൽ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അവന്. അപ്പോൾ അത്രത്തോളം മുറിവുണ്ടായിരുന്നു. പിന്നെ ഇത് അനാസ്ഥയാണോ എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ട്രാഫിക്കുള്ളൊരു ഏരിയയിൽ ഒരു വടം മാത്രം കെട്ടിയിട്ട് ഒരു 3 പോലീസുകാർ അവിടെ കാവൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്വം എന്താ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്രയും വലിയൊരു ജംഗ്ഷനിൽ ആ ഒരു വടം മാത്രം വെച്ചിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി തീർത്തു എന്ന് പറയണത് എനിക്ക് തോന്നിയിട്ടില്ല അത് കംപ്ലീറ്റ് ആയി എന്നുള്ളത്. ഈ അപകടം സംഭവിച്ച ശേഷം ചിപ്പി, പോലീസ് എങ്ങനെയാണ് ഈ വിവരം നിങ്ങളെ അറിയിച്ചത്? ഞാനൊരു 8:54 എപ്പോഴാണ് തോന്നുന്നുണ്ട് സൺഡേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് വണ്ടി നമ്പർ പറഞ്ഞു. അപ്പോൾ വണ്ടി ഇവിടെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്, അപ്പോൾ ആരാ പുറത്ത് പോയിരിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു ആരാണ് പുറത്ത് പോയേക്കണേന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ബ്രദർ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഇപ്പോൾ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. വന്ന നമ്പറിലേക്ക് ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, അപ്പോൾ എന്താണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ ടെസ്റ്റിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് സാറ് കോള് കട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് PRO ആണ് എന്നെ വിളിച്ചത്. ഒരു 2-3 മിനിറ്റിനകത്ത് തന്നെ PRO എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു, സർജറിക്ക് കയറ്റുകയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു. അമ്മയും അച്ഛനും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. ഞാൻ പിന്നെ വർക്ക് ചെയ്യുന്നത് കാക്കനാടാണ്. ഞാൻ അവിടെ നിന്ന് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോരുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിന് ശേഷം പോലീസ് നിങ്ങളോട് ഒന്നും വിശദീകരിക്കുകയോ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ എത്തുകയോ ഒന്നും ചെയ്തില്ലേ? ഇല്ല, അതിൻ്റെ അങ്ങനെ ഡീറ്റെയിൽസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നു എന്ന് മാത്രം. എന്താ അവൻ എപ്പോഴാണ് പോകുന്നത്, അതായത് സൺഡേ അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. ഇവിടെ പനമ്പള്ളി നഗര ഭാഗത്തായിട്ട് അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ 2 വീക്കൊക്കെ കൂടുമ്പോൾ അവനെ പോയി കാണാറുണ്ട്. അങ്ങനെ വിഷു ആയതുകൊണ്ട് അവനൊന്ന് പോയതായിരുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽസ് അവൻ എത്ര മണിക്കാണ് പോയത്, അവൻ്റെ റൊട്ടീൻ എന്താണ്, ഒരു ദിവസത്തെ റൊട്ടീൻ എന്താണ്, ഡ്രിങ്ക്സ് കഴിക്കാറുള്ളതാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ അവർ തിരക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കമ്മീഷണർ തന്നെ പറയുന്നത് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നേ ഉള്ളൂ, രക്തപരിശോധനയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ പോലീസുകാർ മദ്യപിച്ചിരുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണം നേരത്തെ തന്നെ നടത്തി അല്ലേ? അല്ല, പോലീസുകാരാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പം ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾക്കും ഇപ്പം ഈ ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടും പിന്നെ ഓരോ ബന്ധുക്കളൊക്കെ അറിഞ്ഞ് വിവരങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ കൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വീഡിയോസൊക്കെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു മദ്യപിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത് എന്നൊക്കെ ഒരു ടോക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്കിതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റൂ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തിരക്കിയപ്പോൾ ബ്ലഡ് സാമ്പിൾ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ അനിയൻ കഴിക്കാറില്ല, ഡ്രിങ്ക്സ് കഴിക്കാറില്ല. അപ്പോൾ ഒട്ടും തന്നെ ഡ്രിങ്ക്സ് കഴിക്കാത്ത ഒരാളാണ്. ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ നെയ്ബേഴ്സിനോടാണെങ്കിൽ തന്നെ അന്വേഷിച്ചാൽ അറിയാം, വീട് ജോബെന്നല്ലാതെ അവന് വേറൊരു ലോകം ഉണ്ടായിരുന്നില്ല. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഇത് 2018 സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തായിരുന്നു. റോഡിന് കുറുകെ കയർ കെട്ടിയ സമയത്ത് ഒരു അപകടം സംഭവിച്ചു. അതിനുശേഷം ഒരു ഉത്തരവ് അന്നത്തെ DGP ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് റിഫ്ലക്ടർ വേണം, അതായത് വടം കെട്ടുകയാണെങ്കിൽ അതിൽ റിഫ്ലക്ടർ വേണമെന്ന് നിർബന്ധമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ഇങ്ങനെ കയർ കെട്ടാൻ പാടില്ല എന്നുള്ള ഉത്തരവ് സർക്കുലർ തന്നെയാണ് അന്ന് അദ്ദേഹം ഇറക്കിയിരുന്നത്. അതിനുശേഷവും പോലീസ് ഈ കാര്യങ്ങൾ തുടരുമ്പോഴും ഇത് നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ് എന്ന രീതിയിൽ വിശദീകരിക്കുകയും ചെയ്യുകയാണ്. എന്താണ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? എന്തായാലും ഞാൻ ആ ദൃശ്യം കണ്ടു. പോലീസ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ആരാണ് ഇങ്ങനെ ഒരു വടം കെട്ടണമെന്ന് പറഞ്ഞത്? പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സിലെങ്ങും അങ്ങനൊരു സംഭവമില്ല. ഓരോ കാര്യത്തിനും പോലീസ് ചെയ്യുന്ന പ്രവർത്തിക്കുന്നത് ആ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ ആൾ എന്ത് തെറ്റ് കാണിച്ചാലും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാ കാര്യത്തിനും
ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിൽ കംപ്ലീറ്റ് പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സുണ്ട്. ഇവിടെ അങ്ങനെ ഒരു അങ്ങനെ ഒരു കയറ് കെട്ടാനേ പാടില്ലായിരുന്നു. സ്പീഡിലൊക്കെ പലരും വരും, മദ്യപിച്ച് വന്നെന്നും വരും, എങ്കിലും അവരുടെ ജീവൻ എടുക്കാൻ പറ്റുമോ? അത് ഹൈലി റിസ്ക്കി ആയിട്ടുള്ള ഒരു സംഗതിയല്ല കെട്ടി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബെഹ്റ അതിനൊരു സർക്കുലർ ഇറങ്ങിയത്. ഇവിടെ കവടിയാറിൽ ഇതുപോലെ ചെറിയൊരു ഒരു പ്ലാസ്റ്റിക് വയറ് റോഡ് കുറുകെ കെട്ടൊരു പയ്യൻ ഓടി വന്നിട്ട് വെള്ളയമ്പലത്തിൽ നിന്ന് കവടിയാറിൽ പോകുന്ന വഴിക്ക് അതേ കുരുങ്ങി അവിടെ തന്നെ മരിച്ചു. നന്തൻകോട് ഞാൻ താമസിക്കുന്ന വീടിന് അടുത്തുള്ള ആ വ്യക്തിയാണ് മരിച്ചത്. അതുകൊണ്ടാണ് ബെഹ്റ അതിനൊരു സർക്കുലർ ഇറക്കി. അങ്ങനെ ഒരു വയറ് കെട്ടണം, അങ്ങനെ ഒരു കയറ് കെട്ടണമെന്നും എങ്ങും ഒരു റൂളും പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സിലും ഇല്ല. ഇത് ഓരോരുത്തരെ മനോധർമ്മം 2018 സർക്കുലർ അങ്ങനെയായിരുന്നല്ലോ ശ്രീ ജോർജ് ജോസഫ്. അതെ, അതല്ലേ അതിപ്പോൾ ഒരു ഡെറിഷൻ. ആ 114 പോലീസ് ആക്ടിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ നെഗ്ലിജൻസും അവരുടെ ഡയറക്ഷൻ ഓഫ് ഡ്യൂട്ടിയാണ്. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അതിനൊക്കെ ഓരോ കൃത്യമായ നടപടിക്രമങ്ങളും കൃത്യമായ രീതികളും പോലീസിനുണ്ട്. അപ്പോൾ അവിടെ ഒരു വയറ് കെട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു കയറ് കെട്ടണമെന്നുണ്ടെങ്കിൽ അവർ അതിന് പ്രിക്കോഷൻ കൊടുക്കണം. അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സംവിധാനം, പ്രത്യേകിച്ച് രാത്രിയിലാണെങ്കിൽ ഇങ്ങനെ മിന്നി അങ്ങനെയൊക്കെയാണ് പറയണത്. അതൊന്നും ഇല്ലാതെ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് തോന്നിയാസം ഒരു കയറ് കെട്ടി ഒരാളുടെ ജീവൻ എടുത്താൽ അത് കുറ്റകരമാണ്. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് ഇനിയെങ്കിലും, കാരണം ഒരു ജീവൻ ഇവിടെ പോയപ്പോൾ അന്ന് അത് മനസ്സിലാക്കിയതാണ് എല്ലാവരും. അത് തന്നെയല്ല, ഈ പയ്യനാണെന്നാലും മദ്യപിച്ച് വന്നൊന്നും അതിനൊന്നും ഒരു പ്രസക്തിയില്ല. മദ്യപിച്ച് ആയിക്കോട്ടെ വന്നോട്ടെ, അതിനെന്താ അങ്ങനെ കയറ് കെട്ടാൻ പറ്റുമോ? അത് ന്യായീകരിക്കാൻ പറ്റുമോ? അവിടുത്തെ കമ്മീഷണറിൽ നിന്ന് ന്യായീകരിക്കുന്നത് ഞാൻ കണ്ടു. അതൊന്നും ശരിയായ നടപടിയൊന്നും അല്ല. പോലീസിൻ്റെ ഭാഗത്തിൽ വൻ വീഴ്ചയാണ്. പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ ഇങ്ങനെയല്ല അവിടെ നമ്മൾ പ്രിവെൻറ്റീവായ സ്റ്റെപ്പ് എടുക്കുന്നത്. ആ വഴി വണ്ടി പോകാതിരിക്കണമെങ്കിൽ അതിന് എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് പോലീസിൻ്റെ കയ്യിൽ. ട്രാഫിക് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര സിഗ്നൽ കൊടുക്കണമെന്ന് എങ്ങനെയാണെന്നൊക്കെ പറയണം. വിജനമായ ആ റോഡിൽ കൂടെ പയ്യൻ മദ്യപിച്ചെന്ന് വിചാരിച്ചോളൂ, അയാൾ സ്പീഡ് കൂടിയെന്നും വിചാരിച്ചോളൂ, കയറിനകത്ത് കുരുങ്ങി മരിക്കാൻ പറ്റുമോ? അത് പോലീസിൻ്റെ ഭാഗത്തെ വൻ വീഴ്ച. അത് ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ അവർ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. നീതി കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ 3 പോലീസുകാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ പോലീസുകാർ കൈ കാണിച്ചു എന്ന് പറയുന്നു. കൈ കാണിക്കുമ്പോഴേക്കും അമിത വേഗത്തിലായിരുന്ന മനോജ് ബൈക്ക് എടുത്ത് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഏകദേശം അതാണ് മനസ്സിലാകുന്നത്. അമിത വേഗത്തിലായിക്കോട്ടെ, താങ്കൾ പറഞ്ഞതുപോലെ അമിത വേഗമാണെങ്കിലും ഒരു കയറിൽ കുരുക്കി ഒരാളെ കൊല്ലുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. അത് വടം പോലും ആയിരുന്നില്ല. വടമായിരുന്നെങ്കിൽ ഇത്ര ആഴത്തിലുള്ള മുറിവുണ്ടാകുമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, കഴുത്തിലെ വലിച്ചു കെട്ടിയ വള്ളി എനിക്ക് തോന്നുന്നത് അത് പ്ലാസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ കഴുത്തറ്റുപോകും ആ ഒരു സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് ആ പയ്യന്. കാരണം ഇതിൽ കഴുത്ത് കുരുങ്ങി തെറിച്ച് ബൈക്കിൽ നിന്ന് വീഴുന്നത് നമുക്ക് റോഡിൽ വീണ് കഴിഞ്ഞപ്പോൾ ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. അപ്പോൾ മൾട്ടിപ്പിൾ ഇഞ്ചുറിയാണ്, കഴുത്തിലെ മാത്രമല്ല ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പോലീസിൻ്റെ ഭാഗത്തൊരു വീഴ്ചയായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും കെട്ടാൻ അധികാരവും ഇല്ല. അയാൾക്ക് തോന്നിയാൽ അവിടെ അങ്ങനെ കെട്ടാനും അങ്ങനെയൊന്നും അല്ല. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി നൽകിയിരിക്കുന്നു ശ്രീ ജോർജ് ജോസഫ്. ഇങ്ങനെ ഒരു പരാതി നേരത്തെയും സംഭവിച്ച കാര്യമാണ്. അന്ന് മരിച്ചത് 21കാരനായ റെനി. താങ്കൾ പറഞ്ഞ പോലെ നന്തൻകോടുള്ള 21 വയസ്സുള്ള യുവാവാണ് മരിച്ചത്. ഇപ്പോൾ മനോജിന് 28 വയസ്സ്. 2 യുവാക്കൾ തന്നെയാണല്ലോ. ഇതിനൊക്കെ സമാനമായ ഒരേ രീതിയിലുള്ള പ്രതികരണമാണ് പോലീസിൽ നിന്ന് വരുന്നത്. ഒന്നുകിൽ അമിത വേഗം, അല്ലെങ്കിൽ മദ്യപിച്ചു, ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, നടപടി വേണം, നടപടി ഉണ്ടാകണം. കാരണം മതിയായ കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കണം. അത് ഇപ്പോഴും അവിടുത്തെ കോർപ്പറേഷനിലെ മുനിസിപ്പാലിറ്റിയിലെ തൊഴിലാളിയുടെ മകനാണ് ആ ഉണ്ണി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് കിടക്കാൻ വീടില്ല. പച്ചാളത്തൊരു വാടക വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബമാണ്. അവിടുത്തെ ഏക വരുമാനമാണ് നഷ്ടപ്പെട്ടത്. അത് പോലീസിൻ്റെ വീഴ്ച കൊണ്ടല്ലേ അത് ആ അപകടം ഉണ്ടായത്. അത് അങ്ങനെയല്ല. അത് കയറ് കെട്ടാനൊന്നും അങ്ങനെ അധികാരങ്ങളൊന്നും പോലീസിനില്ല. തോന്നിയാസം കാണിക്കാൻ പറ്റില്ല. അതിനൊക്കെ വേറെ മാർഗ്ഗങ്ങളുണ്ട്. പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് കൃത്യം പറയുന്നുണ്ട്, ട്രാഫിക് റൂൾസിനകത്ത് പറയുന്നുണ്ട്. അത് ചെയ്യാതെ ഇങ്ങനെ കാണിച്ചില്ല ആ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉടൻ കൊടുക്കണം. അത് തന്നെയല്ല, ബെഹ്റ അത് കൃത്യമായിട്ട് ഇത് അനലൈസ് ചെയ്ത് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ കെട്ടാനേ പാടില്ല. അതിനുശേഷം എങ്ങും കെട്ടിയതായിട്ട് എനിക്കറിയില്ല. പക്ഷേ പല സന്ദർഭത്തിലും നമ്മൾ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ ആൾക്കൂട്ടിനോട് നെഞ്ചിനോട് അല്ലെങ്കിൽ അവരുടെ വേസ്റ്റിനോട് ചേർന്ന് ഇങ്ങനെ വടം പിടിക്കും. അല്ലാതെ റോഡിൽ കുറുകെ കെട്ടുന്ന ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കെട്ടാനും പാടില്ല. അതിന് വേറെ സംവിധാനങ്ങളാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അതിന് മുമ്പിൽ
ആ പോലീസുകാർ നിന്നതിൻ്റെ വളരെ മുമ്പ് ആ വഴി വരുന്നതിന് മുമ്പ് സിഗ്നൽ കൊടുക്കണം. എത്ര സ്പീഡിൽ വന്നാലും ശരി അവർ ഈ കയറിൻ്റെ അടുത്ത് വന്ന് അവർ നിന്ന് പോവും. ഇത് ആ പോലീസുകാർ നിന്നത് ആ കയറിൻ്റെ അവിടെ നിന്ന് ഒരു 10 അടി മുമ്പിൽ കയറി നിന്നെന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് വണ്ടി നിർത്തുക? ഈ പയ്യനെ ഓടിച്ചു വന്നതിന് കുറ്റം പറയാനൊക്കത്തില്ല. കാരണം മദ്യപിച്ചോ സ്പീഡ് കൂടിയോ എങ്ങനെ വന്നാലും ശരി ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് പോലീസിൻ്റെ ഭാഗത്തൊരു വീഴ്ചയാണ്. ഇതിന് കൃത്യമായ നടപടി എടുക്കണം. അവിടെയുള്ള പോലീസുകാർക്ക് ആരാണ് അവിടുത്തെ ഓഫീസർ? ഇങ്ങനെയാണോ ഒരു വടം കെട്ടിയിട്ടാണോ ഇങ്ങനെ അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്നത്? അവരെയൊക്കെ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്, പോലീസ് ട്രെയിനിങ് കോളേജിലൊക്കെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാഫിക് സിഗ്നൽസിൻ്റെ കാര്യത്തിൽ ഇത് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല ബ്ലോക്ക് ചെയ്യണോ എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് വേറെ സംവിധാനങ്ങളാണ്. ഒരു കയറ് കിട്ടി അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഒരു സൈക്കിൾ ഓടിയത് ഒരു കുഞ്ഞു കൊച്ചും ഇതുപോലെ മരിക്കുമല്ലോ. അങ്ങനെയൊന്നും പോലീസിന് അധികാരമില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായി ഈ ആൾക്കാർക്കെതിരായിട്ട് നടപടി. ആരാണ് അവിടുത്തെ ഓഫീസർ? ആര് പറഞ്ഞിട്ടാണ് ഇത് കെട്ടിയത്? ആരാണ് കെട്ടിയത്? ഇങ്ങനെ റിസ്കി ആയിട്ടുള്ള കെട്ടാൻ പറഞ്ഞത് ആരെ? അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി. അത് എങ്ങനെ ന്യായീകരിച്ചാലും ശരി, കള്ളു കുടിക്കുന്നതും അതിങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പലതും കേട്ടു. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. അയാളുടെ ജീവൻ അപകടം ഉണ്ടായ സ്പീഡിൽ വന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു വയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു വള്ളി അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കയറുണ്ടാവുന്ന ആ ബോയ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു റിബൺ കൊണ്ട് പോലും കെട്ടിയിരുന്നില്ല. ചുവന്ന റിബൺ കെട്ടിയിരുന്നെങ്കിൽ പിന്നെയും മനസ്സിലാകുമായിരുന്നു. ഞാൻ ശ്രീ കെ ജോയിലേക്കും ഡിജോ കാപ്പനിലേക്കും വയ്ക്കുക. ശ്രീ ഡിജോ കാപ്പൻ, എങ്ങനെയാണ് ഈ മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും സുരക്ഷാ സംവിധാനം സാധാരണക്കാരനെ മരണത്തിന് ഇടയാക്കുന്ന ഒരു കാര്യമായി മാറുന്നത്? ഇതിലിപ്പോൾ പോലീസുകാർ സമാധാനിപ്പിക്കാൻ ഒന്നും ചെയ്തിട്ട് പോലുമില്ല. അതേസമയം ഈ മനോജ് എത്രക്കാരനായിരുന്നു എന്ന പരിശോധനയ്ക്കായി വീട്ടുകാരുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ പോലീസുകാർ കുറ്റക്കാരാണ് അല്ലെങ്കിൽ കൊലപാതകികളാണ് എന്ന രൂപത്തിൽ തന്നെ കേസെടുക്കേണ്ടതല്ലേ? അതായത് റോഡിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടനാ പ്രകാരം ഒരു പൗരന് കിട്ടുന്ന ഒരു അവകാശമാണ്. ആ അവകാശം ഈ പറയുന്ന പോലെ ഇന്ത്യൻ പ്രസിഡന്റിനും പഞ്ചായത്ത് പ്രസിഡന്റിനെ വോട്ട് ചെയ്യുന്ന സാധാരണ ഇന്ത്യൻ പൗരനും ലഭിക്കേണ്ടതാണ്. ഇവിടെ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം ഈ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വേണ്ടത്. 2018 ഇത് സംബന്ധിച്ച് ബെഹ്റ ഇറക്കിയ ഉത്തരവ് ഇപ്പോൾ നിലനിൽപ്പുണ്ടോ? ഈ നിലനിൽപ്പുണ്ടെങ്കിൽ ആരാണ് ഈ വടം അല്ലെങ്കിൽ ആ കയറ് കെട്ടാൻ ഉത്തരവിട്ടത്? ആരാണ് അത് കെട്ടിയത്? അവരാണ് ഇതിൻ്റെ കുറ്റക്കാർ. അത് കെട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് റിഫ്ലക്ടർ ഇല്ല. അപ്പം നമ്മളൊക്കെ സെക്രട്ടേറിയറ്റിലെ സമരങ്ങൾ നിങ്ങൾ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് ജില്ലാ കളക്ടറേറ്റിലൊക്കെ. അവിടെ ഈ പ്രകടനത്തിന് വരുന്ന ആളുകൾ ആ ഗേറ്റ് കടന്നു പോകാതിരിക്കാൻ ബാരിക്കേഡ് വെച്ച് അവരെ തടയുക, അല്ലാതെ അവിടെ വടം കെട്ടുമല്ല. അപ്പം അങ്ങനെയുള്ള, അതായത് നടന്നു വരുന്ന ഒരു മാസിനെ പോലും തടഞ്ഞു നിർത്തുന്നത് വലിയ ബാരിക്കേഡുകൾ വെച്ചിട്ടാണ്. അപ്പോഴാണ് 10, 40 അല്ലെ 60 കിലോമീറ്റർ സ്പീഡിൽ ഒരു ബൈക്ക് കടന്നു പോകുന്നു. ആ ബൈക്ക് കടന്നു പോകുന്ന അവസരത്തിൽ അവിടെ ഒരു കയറ് വലിച്ചു കെട്ടിയാൽ അതേ റിഫ്ലക്ടർ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും കാണില്ല. ഞാനും ബൈക്ക് ഓടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ കാർ ഓടിക്കുന്ന ആളാണ്. ഒരു കാറിന് പോലും പെട്ടെന്ന് ഒരു വയറവിടെ വലിച്ചു കെട്ടിയാൽ, നമുക്കറിയാം ഹർത്താൽ കാലത്ത് ഇതുപോലെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കായംകുളത്ത് ഇതുപോലെ അപകടം ഉണ്ടായിട്ടുണ്ട്. ഈ 2012 നിയമസഭാ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ശ്രീജി പറഞ്ഞ പോലെ തുരുത്തിക്കാട് ഈ മറ്റേ അനിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അപകടത്തെ സംബന്ധിച്ച് അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ആ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇക്കാര്യത്തിലുള്ള ഉത്തരവുകളുമുണ്ട്. ഇതൊന്നും നടപ്പാക്കാതെ ആ ചെറുപ്പക്കാരൻ, അതായത് ഒരു വീടിന് താങ്ങായിരിക്കേണ്ട ചെറുപ്പക്കാരൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എത്രക്കാരനാണ്? നല്ല പോലീസ് ഈ ഒരു ഉത്സാഹം അവിടെ ഈ ഒരു വലിയ ബാരിക്കേഡൊക്കെ വെച്ച് ആ വഴി തടഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാവുമായിരുന്നില്ല. മാത്രമല്ല ഇവർ കൈ കാണിച്ചെന്ന് പറഞ്ഞു, കൈയാൽ രാത്രി കാലങ്ങളിൽ ഗ്ലൗസ് ഇടണം. എന്നിരുന്നാൽ ഒരു ഗ്ലൗസ് ഇട്ടാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇത് അതിട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ഇപ്പോൾ തങ്ങൾക്ക് നേരെ ചൂണ്ടുവിരൽ ഉണ്ടാവരുത്, അല്ലെ നീളരുത് എന്നുള്ളത് കൊണ്ട് ഈ മരിച്ചുപോയ ആ ചെറുപ്പക്കാരൻ ഒരു വലിയ കുറ്റം ചെയ്തതുപോലെ കാണിക്കാനുള്ള പോലീസിന്റെ വ്യഗ്രത ശരിയല്ല. ഇന്ന് ഈ പറയുന്ന ഇവിടെ ജോർജ് ജോസഫ് പറഞ്ഞു, ഇതിനകത്ത് നല്ല ശിക്ഷ അല്ലെങ്കിൽ നല്ല കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കണം. ആ കൊടുക്കുന്നത് ഈ സർക്കാർ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണം ആയിരിക്കരുത്. ഇത് ബന്ധപ്പെട്ട ആരൊക്കെയാണോ ഈ കുറ്റം ചെയ്ത് അവരിൽ നിന്ന് കൊടുത്താൽ മാത്രമേ നാളുകളിൽ ഇത് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇതിൻ്റെ ഒരു വേണമെങ്കിൽ അവരുടെ സർവീസ് ബുക്കിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് എഴുതിയിടും എന്നുള്ളതല്ലാതെ അവർക്ക് ദേഹം നോക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം
നമ്മുടെ ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഒരു പെൺകുട്ടിയെ അപമാനിച്ചതിൻ്റെ പണം പോലും ആ ബന്ധപ്പെട്ടവരിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കാതെ അതിനെതിരെ അപ്പീൽ പോയ സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ നാളുകളിൽ ഇതുപോലെയുള്ള ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കാനായി ഇവരെ മാതൃകാപരമായി ഇവരുടെ പേരിൽ നടപടി ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നാളുകളിൽ ഇതുപോലെ വഴിയിലെ വയറ് വലിച്ചു കെട്ടി ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടവരരുതെന്നത് ശരിയല്ല. ശ്രീ കെ ജോയ്, താങ്കളും ഇതിനോട് യോജിക്കുന്നുണ്ടോ? പോലീസിന്റെ സമീപനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ അധികാര സ്ഥാനത്തിലുള്ളവരുടെ പേരിൽ അകാരണമായോ അല്ലാതെയോ കുറ്റം ആരോപിക്കാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിന് ഇരയാകുന്നവർ പോലീസാണ്. തീർച്ചയായും ആ വടം കെട്ടിയ അതൊരു വീഴ്ചയാണ്. അത് പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. ഈ വടം കെട്ടിയതെന്ന് പറയുമ്പോൾ പെർമനൻ്റായിട്ട് ഈ കൊച്ചിൻ സിറ്റിയിൽ വടം കെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? അത് കത്തിരിക്കടവ് ജംഗ്ഷനിൽ വെറുതെ ഒരു നൂല് തമ്മനത്തുനിന്ന് പുല്ലപ്പടിക്ക് പോകുന്ന മെയിൻ റോഡിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ റോഡ് GCDയുടെ ആ ഓവർബ്രിഡ്ജ് ഇറങ്ങി വരുന്നത്. അവിടെ വെക്കേണ്ട ബാരിക്കേഡ്സ് ഇതെല്ലാം പണിയേണ്ടത് ആ റോഡിൻ്റെ ഉടമസ്ഥൻ GCD ആണെങ്കിൽ GCD, കോർപ്പറേഷൻ റോഡാണെങ്കിൽ കോർപ്പറേഷൻ, അവരാണ്. പക്ഷെ അവിടെ പെർമനൻ്റായിട്ട് വടം ആണ് കെട്ടിയിരിക്കുന്നത്, വട്ടം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും സെക്യൂരിറ്റി റിസ്ക് ഉള്ള വ്യക്തിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ആ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ 9:45 നേവൽ ബേസിൽ നിന്നും ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ്. ആ റൂട്ട് അരമണിക്കൂർ മുമ്പ് പോകുന്നതിന് മുമ്പ് സ്റ്റെറയിലാക്കിയിടും. ഈ സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് എല്ലാം നേരത്തെ തന്ന ഒരു പ്രൊസീജിയർ അനുസരിച്ചാണ്. അത് ഗവൺമെൻറ്റിന് വേണ്ടി മാറ്റാവുന്നതാണ്. പോലീസിൽ ഒരാൾ റിസ്ക് എടുത്ത് മാറ്റില്ല. ആ ചെയ്തു വരുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് മാറ്റേണ്ടത് ജനങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. നേരത്തെ സംസാരിച്ച വ്യക്തി അവിടെ ഒരു ബാരിക്കേഡ് വെക്കാൻ എങ്ങനെ സാധിക്കും? ഈ മെയിൻ റോഡിലുള്ള എല്ലാ റോഡുകളിലും കയറി വരുന്ന എല്ലാ റോഡിലും വട്ടം കൊണ്ട് ബാരിക്കേഡ് വെക്കാൻ പറ്റുമോ? അതിനപ്പോൾ അലിഗേഷൻ വരും. അപ്പോൾ ഇവിടെ സംഭവിച്ച സംഗതി ശരിയാണ്. പക്ഷേ അവിടെ വേറെ കാര്യമുണ്ട്. ആ ജംഗ്ഷൻ മനസ്സിലാക്കണം. വളഞ്ഞമ്പലം ജംഗ്ഷൻ ഓവർബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി ഒരു 80 മീറ്റർ എത്തുമ്പോഴാണ് ആ ജംഗ്ഷൻ വരുന്നത്. അവിടെ മീഡിയം ഇതിന് റൈറ്റിലേക്ക് അവിടുന്ന് വണ്ടി വന്നാൽ ലെഫ്റ്റ് ടേൺ എടുത്ത് രവിപുരത്തേക്ക് പോകാം. അവിടെ 3 ഓഫീസേഴ്സ് പോലീസുകാരും അവിടെ നിർത്തിയിട്ടുണ്ട്. അവർ ഡയറക്റ്റ് ചെയ്യാണ് വല്ല വണ്ടികളും. അത് നേരെ ലെഫ്റ്റിലേക്ക് പോകേണ്ട വണ്ടിയാണ്. ഇവിടെ ഈ CCTVയിൽ ഈ വന്ന ബൈക്കുണ്ടല്ലോ, ഈ സംഭവം ഉണ്ടായ ബൈക്കിൻ്റെ വരവ് CCTVയിൽ ആരും കാണിച്ചിട്ടില്ല. ഓവർ സ്പീഡാണോ ഇല്ലയോ? നമ്മളിപ്പോൾ ആ വ്യക്തിയെ കുറ്റം പറയുന്നതല്ല. അപ്പോൾ ഈ വടത്തിന് മുമ്പിൽ 3 ഓഫീസേഴ്സും പോലീസുകാരുമുണ്ട്. അവർ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ആ വടം ബാക്കിൽ കെട്ടിയത് ഒരു ഇമാജിനേഷൻ ഇല്ലാത്ത വിധത്തിലാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ആ വ്യക്തി വന്ന ബൈക്കിലുള്ള വ്യക്തി വടം ഇവിടെ ഇല്ലെന്ന് വെച്ചോളൂ. ഏകദേശം ഒരേ ടൈമിലാണ് പ്രൈം മിനിസ്റ്റർ പാസ് ചെയ്യുന്ന MG റോട്ടിലുള്ള പാസ് ചെയ്യുന്ന ടൈമിലാണ് ഈ വിധത്തിൽ വണ്ടി കൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല വടം കെട്ടിയതിന്. പക്ഷേ എന്തുകൊണ്ട് വടം കെട്ടിയതിന് വേറെ ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. പോലീസ് എപ്പോഴും ആളുകളെ കൺട്രോൾ ചെയ്യാൻ ആളുകൾ കൂടുമ്പോൾ നമുക്ക് ഓരോ പോലീസുകാരിൽ നിന്ന് ഓരോരുത്തരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഈ വടം കെട്ടി കൺട്രോൾ ചെയ്യും. ഒരു പക്ഷേ ശ്രീ കെ ജോയ്, വടം കെട്ടുന്നത് തടയാനാണല്ലോ. വടം കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെ, കാണാൻ പറ്റുന്ന സംവിധാനമില്ല, അവിടെ വെളിച്ചവുമില്ല, അതിൽ റിഫ്ലക്ടറുമില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് 2018 അന്നത്തെ DGP ഒരു സർക്കുലർ ഇറക്കിയത് ശ്രീ കെ ജോയ്? അല്ല, ഇവിടെ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വടം കെട്ടേണ്ട ആ ഇമാജിനേഷൻ കുറവാണ്. പക്ഷെ അതിന് മുമ്പിൽ ആളുണ്ട്, 3 ഓഫീസേഴ്സും പെണ്ണുമുണ്ട്. അവർ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. പല വണ്ടികൾ നേരെ ലെഫ്റ്റിലേക്ക് ഓവർബ്രിഡ്ജ് കയറി വന്നിട്ട് നേരെ ലെഫ്റ്റിലേക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ വണ്ടിയുടെ സ്പീഡ്
ഇതൊന്നും ആദ്യം ആ CCTV കാണിച്ചിട്ടില്ല, വരുന്ന സീൻ. ഇപ്പോൾ ആ വടവില്ലായിരുന്നെങ്കിൽ ഈ വ്യക്തി ബൈക്കുമായി നേരെ MG റോഡിലേക്ക് എത്തുന്നത്. അവിടെ വെളിച്ചമില്ലേ? സംഭവിക്കും. അവിടെ MG റോഡിൽ വെളിച്ചമില്ലേ? ജസ്റ്റ് ഇമാജിൻ. അവിടെ വെളിച്ചമുണ്ട്. ഇവിടെ വെളിച്ചമുണ്ട്. ഇവിടെ വെളിച്ചക്കുറവുണ്ടായിരുന്നു. വളഞ്ഞമ്പലം ജംഗ്ഷൻ വെളിച്ചമുണ്ട്. വെളിച്ചക്കുറവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ മെയിൻ ജംഗ്ഷനാണ് എന്ന് പറയുന്നത്. പക്ഷെ നോക്കിയറിയാം, വളഞ്ഞമ്പലം ജംഗ്ഷൻ സിറ്റിയിലെ നടുഭാഗമാണ്, വൺ ഓഫ് ദി സെന്റർ. അവിടെ വെളിച്ചം കൃത്യമായിട്ടുണ്ട്. ആ ഭാഗത്തു നിന്ന് ഇമാജിൻ ചെയ്യുക, ആ ബൈക്ക് ഈ ടൈമിലാണ്. ഇപ്പം 9:25 സംഭവിച്ചത്. 9:45 ആ ബൈക്ക് വടം കെട്ടിയത് തെറ്റാണ്, പക്ഷെ വടമില്ലായിരുന്നെങ്കിൽ 9:45 ആ ബൈക്ക് നേരെ ചെല്ലുന്നത് പ്രൈം മിനിസ്റ്റർ റൂട്ടിലേക്കാണ്. ഞാനിപ്പോൾ വടം കെട്ടിയതിനെ അനുകൂലിക്കുന്നില്ല. അവിടെ തീർച്ചയായിട്ടും വടം കെട്ടുകയാണെങ്കിൽ ഈ നമ്മൾ സംസാരിക്കുന്നത് ഒരു ജീവൻ പൊലിഞ്ഞതിനെ കുറിച്ചാണല്ലോ. ഒരു ജീവൻ പൊലിഞ്ഞതിനെ കുറിച്ചാണല്ലോ. അതല്ലെങ്കിൽ പ്രധാനമന്ത്രി എത്തുന്ന ആ വഴിയിലേക്ക് എത്തുമായിരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഭീകരൻ വരുന്ന രൂപത്തിൽ അതിനെ അവതരിപ്പിക്കേണ്ട. പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കൊക്കെ സുരക്ഷാ പ്രോട്ടോകോൾ ഉണ്ട്, സമ്മതിച്ചു. അതിനേക്കാൾ അപ്പുറം ഒരു പൗരനുമുണ്ട്. പൗരന്റെ സുരക്ഷയ്ക്കും ഉത്തരവാദിത്തമുണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക്. അതെ, തീർച്ചയായിട്ടും അവിടെ നിന്ന് ഓഫീസേഴ്സ് ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അവരൊരിക്കലും ഇത് അല്ല, അവിടെ നിൽക്കുന്ന പോലീസുകാർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ലല്ല, പല രൂപത്തിൽ വരുന്ന വാഹനങ്ങൾ ഉണ്ടാവും, വേഗം കുറച്ചൊക്കെ വരുന്ന വാഹനങ്ങൾ ഉണ്ടാകും. ഈ വാഹനം പോയി കഴിഞ്ഞിട്ടല്ലല്ലോ പോലീസുകാർ കൈ കാണിക്കേണ്ടത്. കൈ കാണുന്നതിന് മുൻപ് തന്നെ വണ്ടി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസുകാർക്ക് പിന്നെന്താണ് ജോലി? ഒരു വാഹനം വേഗത്തിൽ വരാം, പതുക്കെ വരാം, അതൊക്കെ മനസ്സിലാക്കണ്ടേ പോലീസുകാർ അവിടെ നിൽക്കുമ്പോൾ? അല്ലല്ല, ഈ വടത്തിന് മുമ്പിലാണ് ഈ 3 പേരും നിന്നിരുന്നത്. എല്ലാ വണ്ടികളും, പല വണ്ടികളും വന്നു, അത് ലെഫ്റ്റിലേക്ക് പോയി. ഞാൻ തീർച്ചയായിട്ടും ആ വടം കെട്ടിയതിനെ അനുകൂലിക്കുന്നില്ല. അവരൊരു പക്ഷേ ഒരു ഇമാജിനേഷൻ കയർ കെട്ടിയതിന് 5 മീറ്റർ മുൻപിലായി നിൽക്കുന്നു, 5 മീറ്റർ മുൻപിലായി നിൽക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ 5 മീറ്റർ മുൻപിലായി നിൽക്കുന്ന പോലീസുകാർക്ക് എത്ര വേഗത്തിൽ വരുന്ന വാഹനത്തെയും ഒന്ന് അങ്ങനെ നിർത്താൻ പറ്റുമല്ലോ. അങ്ങനെ നിർത്താൻ പറ്റാത്ത രീതിയിൽ പോലീസ് കണ്ടതിന് ശേഷം വണ്ടി പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആ വിധത്തിൽ അവിടെ നിന്ന് വന്ന വണ്ടികൾ നേരെ തെക്കോട്ട്, അതായത് ഓവർ ബ്രിഡ്ജ് ഇറങ്ങി വരുന്ന വണ്ടികൾ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടികളും, വേറെ ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല. ഞാനീ പറഞ്ഞത് ഈ വടം കെട്ടിയതിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പെർമനന്റ് ആയിട്ട് വടം കെട്ടി കിടപ്പുണ്ട് കത്തിരിക്കടവ്. അല്ല, പെർമനന്റ് ആയിട്ടാണെങ്കിലും ടെമ്പററി ആണെങ്കിലും അത് പ്രശ്നം തന്നെയാണ്. അല്ല, അവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായപ്പോഴല്ലേ കുഴപ്പമായുള്ളൂ എന്ന രൂപത്തിൽ അതിനെ ന്യായീകരിക്കുന്ന പോലീസ് രീതി അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ജീവൻ പൊലിഞ്ഞതിനെ കുറിച്ചാണ്. ആ ജീവന്റെ വില എന്ന് പറയുന്നത് അല്ല, ഒരിക്കലും ഇല്ല, ന്യായീകരിക്കുന്നില്ല. ആ കെട്ടിയത് ഒരു ഇമാജിനേഷൻ ഇല്ലാതെ ചെയ്തതാണ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ചെയ്തുകൊണ്ട് പറ്റിപ്പോയതാണ് അവർക്ക്. അതൊരു വീഴ്ചയാണ്, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ആ വീഴ്ചയിൽ ആരാണ് ഉത്തരവാദി? അതുകൂടെ പറയൂ ശ്രീ കെ ജോയ്. ആ വീഴ്ചയിൽ ആരാണ് ഉത്തരവാദി? അങ്ങനെ കെട്ടിയ ഓഫീസറാണ് ആണല്ലോ, അല്ലെങ്കിൽ കെട്ടാൻ ഉത്തരവിട്ട ഓഫീസർ ആണല്ലോ. അപ്പോൾ മുൻപുണ്ടായിരുന്ന സർക്കുലറിനെ കുറിച്ച് ഈ ഓഫീസർമാർക്ക് ഒരു ബോധവും ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ വേണം ക്രമീകരണം എന്നുള്ളതിൽ അങ്ങനെ ഒരു ബോധ്യമില്ലാത്ത ഉദ്യോഗസ്ഥരാണോ? അല്ല, ബോധ്യമില്ലാത്തതല്ല. ഇത് ഈ VIP റൂട്ടിനുള്ള ഫോർമാലിറ്റീസ് ഉള്ള ഒരു ബ്ലൂ ബുക്ക് ഉണ്ട്. അതിൽ ആ ഓർഡർ വരത്തില്ല. അത് DGP ഇൻഡിവിജ്വലെ സെപ്പറേറ്റ് ഇറക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം അവർക്കിത് അറിയാൻ പറ്റാതെ വന്നത്. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വടം കെട്ടുമല്ലോ, അതിൽ നിന്നുള്ളൊരു ഇമാജിനേഷൻ, ഒരു ഐഡിയ കൂടി വന്ന് കാണാം. തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഏതെങ്കിലും വിധത്തിൽ ഒരു 1% അവർക്ക് ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ അവർ വടം കെട്ടില്ല. ഐഡിയ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയും ജീവൻ തന്നെ പൊലിയുകയും ചെയ്ത ശേഷമാണല്ലോ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ആ സർക്കുലർ നിയമമാകുന്നില്ലല്ലോ എന്ന് താങ്കൾ ലാഘവത്തോടു കൂടി പറയുമ്പോൾ, എല്ലാം ആ രൂപത്തിൽ തന്നെ കൊണ്ടുവരണമെന്ന് താങ്കൾ ശഠിക്കുമ്പോൾ, അപ്പുറത്ത് ഒരു ജീവനാണ് പോയിരിക്കുന്നത്. വീണ്ടും ഒരേ കാര്യം സംഭവിക്കുകയാണ്.
അതിനൊരു ഇല്ല, ഉത്തരവാദിത്വം വേണ്ടതുണ്ടല്ലോ. ഈ പറയുന്ന കാര്യങ്ങൾ, താങ്കൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് സഹോദരൻ നഷ്ടപ്പെട്ട ഒരു സഹോദരി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നത് അവിടെ വീഴ്ച ഉണ്ട്. അത് അങ്ങനെ കെട്ടിയതൊരു വീഴ്ചയാണ്, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അത് കെട്ടുമ്പോൾ അവരുടെ ഐഡിയ ഇല്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അതാദ്യം മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കുക? അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് മുൻപ്, അങ്ങനെ ഒന്ന് മുൻപ് സംഭവിച്ചിട്ടുണ്ട്, ഒരിക്കലല്ല പല തവണ. അതെ, അത് കെട്ടിയവർക്ക് ഒരുപക്ഷെ കെട്ടിയവർക്ക് ഒരുപക്ഷെ അറിവില്ലായിരിക്കും അങ്ങനെ സംഭവിച്ച കാര്യം. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുന്ന കാര്യമാണ്. ശരി, 2018 DGP ഇറക്കിയ സർക്കുലറെ കുറിച്ച് ഈ ഓഫീസർക്ക് അറിവില്ലായിരിക്കാം. ശരി, 2018 ഇറക്കിയ സർക്കുലറിനെ കുറിച്ച് അറിയാത്ത ഉദ്യോഗസ്ഥർ, അതെ, ഓരോ വർഷവും വരുന്നവർക്ക് എന്താണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നതിനെ കുറിച്ച് വ്യക്തതയില്ല എന്ന് പറയുന്നത് എന്ത് തരം വിസ്തീർണമാണെന്ന് അറിയാനാകുന്നില്ല. എന്തായാലും ചിപ്പിയിലേക്കും പോകേണ്ടതുണ്ട്, ബാക്കിയുള്ളവരിലേക്കും. ചിപ്പി, ഇപ്പോൾ ശ്രീ കെ ജോയ് പറഞ്ഞതിനോട് എന്താണ് മറുപടി നൽകാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു വടം വലിച്ച് കെട്ടാനായിട്ട് അത് കെട്ടരുത് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം എന്താ പറയുക, ഒരു ബോധമില്ലാത്ത ആൾക്കാരെയാണോ പോലീസ് എന്ന് ഉള്ളൊരു ഇതിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്? എനിക്കതിന് റിപ്ലൈ കൊടുക്കാൻ പോലും എനിക്ക് തോന്നണില്ല. എങ്ങനെ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റണില്ല. അപ്പോൾ ഇപ്പോൾ സാറാ പറഞ്ഞ ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിന് നഷ്ടമായതെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ബ്രദർ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ഒരു മകൻ നഷ്ടപ്പെട്ടു പോയത്. ഇപ്പം നാളെ ഇനിയും ഇതേപോലെ തന്നെ അറിവില്ലാത്ത ഉദ്യോഗസ്ഥരിരുന്നിട്ട് എത്ര ജീവൻ ഇനി പോകാനുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിപ്പി, ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, ആശുപത്രിയിലെ ചികിത്സാ ചെലവ് അതൊക്കെ വലിയ തുകയായിട്ടുണ്ടെന്ന് അറിയാം. എങ്ങനെയാണ് ആ പണമൊക്കെ കൊടുത്തത്? ഇല്ല, അത് കംപ്ലീറ്റ് കൊടുത്ത് തീർത്തിട്ടില്ല. ഞാനവിടെ ഒരു 5 days ടൈം പറഞ്ഞിട്ടാണ് ബോഡി വിട്ട് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു മാസം മുമ്പ് അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. അമ്മയ്ക്ക് ഹാർട്ടിന് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അമ്മ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അത്യാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ഫണ്ട് പോയിരുന്നു. അപ്പോൾ എനിക്കത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഫണ്ടൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫണ്ടിന് എനിക്ക് അടച്ചു കൊടുക്കണം. ആശുപത്രിയിൽ എത്രയായി? അത് 1,17,000 രൂപയാണ് ഒരു ബില്ല് തന്നിരുന്നത്. ആ പണം മുഴുവൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇല്ല, പറ്റിയിട്ടില്ല. ഇതാണ് ശ്രീ ജോർജ് ജോസഫ്. അച്ഛൻ മരിച്ച ശേഷം കിട്ടിയ ജോലിയാണ്. അമ്മയ്ക്ക് വയ്യാതായതുകൊണ്ട് ഒരു മാസം അവധിയെടുത്ത് അമ്മയെ നോക്കുന്ന മകനായിരുന്നു. ആ മകനെയാണ് അമ്മയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന് നേരത്തെ ഉണ്ടായിരുന്ന സർക്കിളിനെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നാണ് ശ്രീ ജോയ് പറഞ്ഞത്. താങ്കൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം മുഴുവൻ കേട്ടല്ലോ. ഈ പണമെങ്കിലും പോലീസിൽ നിന്ന് ഈടാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞാൻ ജോയി പറയുന്നതിനോട് യോജിക്കുന്നേയില്ല. കാരണം ഇങ്ങനെ വടം കെട്ടാൻ പാടില്ല, ഒരിടത്തും കെട്ടാൻ പാടില്ല. അതാണ് നിയമം. കേരള പബ്ലിക് വേസ് റെസ്ട്രിക്ഷൻ ഓഫ് അസംബ്ലി ആൻഡ് പ്രൊസഷൻ ആക്ട് 2011 ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് VIP വന്നാലും പൊതുജനങ്ങളുടെ ആ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ അങ്ങനെ ഒരു വടം കേരളത്തിൽ ഒരിടത്തും നീ കെട്ടരുത്, അങ്ങനെ കെട്ടാനും പാടില്ല. അതിന് വേറെ മാർഗ്ഗങ്ങൾ ധാരാളം ഉണ്ട്. വടം കെട്ടുന്നതൊക്കെ എപ്പോഴും ആൾക്കാർ കൂട്ടം ഉണ്ടാകുമ്പം ആൾക്കാർ തള്ളി വരാതിരിക്കാൻ അവരുടെ മുൻവശത്ത് നീളത്തിൽ വടം കെട്ടും. അല്ലാതെ റോഡ് കുറുകെ ഇതുപോലെ അവിടം വരുത്തുന്ന കെട്ട് ഒരിക്കലും പോലീസ് കെട്ടാൻ പാടില്ല, പോലീസ് കെട്ടത്തുമില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ജവഹർനഗർ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരായിട്ടാണ് ബെഹ്റ ഒരു സർക്കുലർ ഇറക്കിയത്. ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് അറിയാവുന്ന ബുദ്ധി പോലും പോലീസിന് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് അത് ന്യായീകരിക്കാനും കഴിയില്ല. അടിയന്തരമായിട്ട് ആ കുട്ടിക്ക് കാരണം ആ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ്. 28 വയസ്സുണ്ട്. അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ഉണ്ടാക്കുന്ന കഥയായിരിക്കും. അതിനിപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. അയാൾ അതിൻ്റെ അടുത്ത് അയാളുടെ കൂട്ടുകാരെ അവിടെ വിഷുവിന് എന്തോ ആഘോഷത്തിന് പോയിട്ട് അയാൾ 10 മണിയാകുമ്പം വീട്ടിലോട്ട് വരികയാണ്. ലൈസൻസ് ഇല്ലായിരിക്കാം. ലൈസൻസ് ഇല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ പറ്റുമോ? മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ കൊല്ലാൻ പറ്റുമോ നമുക്ക്? ഇത് പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ച കൃത്യമാണ്, അതിന് യാതൊരു സംശയമില്ല. ഒരിടത്തും കേരളത്തിൽ ഇതുപോലെ കെട്ടരുത്. ഇത് അപകടം ഇനിയും ഉണ്ടാവും. ഇതിന് എന്നാ സർക്കുലർ വന്നാലും ശരി, ഇതുപോലെ കെട്ടാൻ പോകുന്ന സ്ഥലത്തെല്ലാം അപകടമുണ്ട്. ഇതല്ലാതെ എത്ര പേര് ഈ വയറിന് റോഡിൻ്റെ കുറുകെ കിടന്ന അറിയാം, കേബിൾ വയർ കുരുങ്ങി എത്ര സ്ത്രീകൾ മരിച്ചിരിക്കുന്ന ഒരു സ്കൂട്ടറിൽ.
അപ്പോൾ അത് സർവ്വസാധാരണമാണ്. ഒരു സാധനം അങ്ങനെ തൂങ്ങിക്കിടക്കാനും പാടില്ല, റോഡ് കുറുകെ കെട്ടാനും പാടില്ല. ഇതുപോലെ ഓരോ പയ്യന്മാർ വരുമെന്നേ, അത് ആ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ഇതുപോലെ ഓവർ സ്പീഡും വരും. ആ പോലീസുകാർ നിരന്നങ്ങ് നിന്നാൽ എന്തായിരുന്നു കുഴപ്പം? ഇവർ കയറ് കെട്ടാതെ പോകുന്നവർ പോട്ടെ, അങ്ങനെ അപകടമൊന്നും ഉണ്ടാകത്തില്ല. അവർ ഓവർ സ്പീഡിലുണ്ടെങ്കിൽ അവർ പോട്ടെ, അവർ വിട്ടുകളയുക. അവർക്കെതിരായിട്ട് നടപടി എടുക്കുന്നില്ലേ നല്ലത്? അല്ലാതെ ഒരു കുടുംബം നശിപ്പിക്കാൻ, ആ കൊച്ചിൻ്റെ ജീവൻ കളയാനാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? അതൊന്നും ന്യായീകരിക്കാൻ കഴിയത്തില്ല. പോലീസിന് അങ്ങനെ ഒരു റൂളും ചട്ടമൊന്നുമില്ല. കൃത്യമായിട്ട് എല്ലാ കാര്യത്തിലും പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് കിടപ്പുണ്ട്, ട്രാഫിക് റൂളിനകത്ത് കിടപ്പുണ്ട്. ഇങ്ങനെയൊന്നും അതൊക്കെ ഓരോരുത്തരും മനോധർമ്മം മനസ്സിൽ അവിടെ ഇരിക്കുന്ന ഓഫീസർമാരുടെ വിവരക്കേട് കൊണ്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. അങ്ങനെ കെട്ടിയോണ്ട് ഇപ്പോൾ അപകടം നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ കെട്ടിയോണ്ട് കവടിയാറിലുണ്ടായ സംഭവം നമുക്ക് മനസ്സിലായല്ലോ. എത്ര പേര് കൊല്ലപ്പെടുന്നു, മരണപ്പെടുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് ഇത് ഈ വടംകെട്ടിൽ നിർത്തണം. ഒരിടത്തും ഉണ്ടാകുന്നൊക്കത്തില്ല. അത് കേരള പബ്ലിക് വേസ് ആക്ട് ഉണ്ട് 2011, അതിനകത്ത് കൃത്യം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇതുപോലെയുള്ള VIP വരുമ്പോൾ റെസ്ട്രിക്ഷൻ ഓഫ് അസംബ്ലീസ് ആൻഡ് പ്രൊസഷൻ, അതിനുള്ള ഈ ആക്റ്റാണ്. അത് VIP വരുമ്പോൾ അത് ആപ്ലിക്കബിളാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക്കിന് ഒരു തരത്തിലുള്ള തടസ്സം ഉണ്ടാക്കാനും പാടില്ല എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ധാരാളം മാർഗ്ഗങ്ങൾ, ഞാനത് വിവരിക്കുന്നില്ലെന്നേ ഉള്ളൂ, പോലീസിൻ്റെ കയ്യിലുണ്ട്. ഇതുപോലെ ആ ഒരു വഴിക്കൂടെ നേരത്തെ ജോയി പറഞ്ഞ പോലെ അവിടെ ത്രെട്ടിൻ്റെ കാര്യം ബ്ലൂ ബുക്കും അതുപോലെ ത്രെട്ടിൻ്റെ ഒക്കെ കാര്യം വേറെ നോക്കിയില്ല. ഇത് അല്ലാതെ അവിടെ എസ് എ റോഡ് ജംഗ്ഷനാണത്. വളഞ്ഞമ്പലത്തെ എസ് എ റോഡ് കുറുകെ വടം കെട്ടിയിട്ടാണ് ഈ അപകടം ഉണ്ടായത്. അങ്ങനെയൊന്നും കെട്ടാൻ പാടില്ല. അത് ഓരോ പോലീസുകാർക്ക് അന്നേരം തോന്നുന്ന പോലെ ചെയ്യുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഒരിടത്തും ഇതുപോലെ വടം കെട്ടാൻ പോലീസ് ശ്രമിക്കരുത്. ഇതൊരു പാഠമായിട്ട് പഠിക്കുക. അതിനൊരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് 2018. അതുകൊണ്ട് ഈ ഒരു പരിപാടി പോലീസ് നിർത്തണം. ഇനി ഒരിടത്തും ഇതുപോലെ വടം കെട്ടരുത്. ഇനി ആൾക്കാർ കൊല്ലപ്പെടുമെന്നാണ്. ശരി ഡിജോ കാപ്പൻ, ഇപ്പോൾ നിലവിൽ പോലീസുകാർ ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന സമീപനത്തിൻ്റെ ഒരു തുടർച്ചയാണ് ശ്രീ കെ ഇ ജോയുടെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സർക്കുലറിന് ഒരു സാധുതയില്ല എന്ന മട്ടിലാണോ താങ്കൾ അതിനെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന്? അതല്ല, ആ സർക്കുലർ അറിഞ്ഞിരുന്നില്ല, 2018 ഒരു സർക്കുലർ ഇറക്കിയാൽ അത് ബാക്കിയുള്ളവർ അറിയുന്നില്ല, പിന്നത്തെ വർഷങ്ങളിൽ അത് മറക്കേണ്ട ഒന്നാണ് എന്ന രൂപത്തിൽ പോലീസ് അതിനെ കാണുന്നു. മാത്രമല്ല, വേറെ എവിടെയോ കെട്ടിയിരിക്കുന്ന ഒരു വടത്തെക്കുറിച്ചാണ് അദ്ദേഹം ന്യായീകരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് മനസാക്ഷിയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ തെളിഞ്ഞു. അതായത് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ജോർജ് ജോസഫ് ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു എന്ന വികാരത്തിൽ സംസാരിച്ചു. അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ബഹുമാനപ്പെട്ട ജോയിയോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ മകൻ്റെയോ മകളുടെയോ കൊച്ചായിരുന്നു ഈ മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹം ഈ സ്റ്റാൻഡ് എടുക്കുമായിരുന്നു? ഒരിക്കലും എടുക്കില്ല. അപ്പം എന്തുകൊണ്ടാണ് ആ കാക്കിക്കുള്ളിലെ ആ ഹൃദയം അങ്ങനെയൊക്കെ ആയിപ്പോകുന്നതെന്ന് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ ആയിരിക്കും. എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ പറയാനില്ല. എന്തായാലും നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഉരുളൻതടി കയറ്റി വരുന്ന വലിയ ലോറികളുണ്ട്. ആ ലോറിയുടെ മുന്നോട്ട് നീണ്ടു നിൽക്കുന്ന തടിയിൽ ഒരു റിഫ്ലക്ടർ വയ്ക്കും. അകലെ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതാ പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് തടി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. ആനയുടെ വാലിൻ്റെ പുറകിൽ റിഫ്ലക്ടർ വയ്ക്കുന്നു. എന്തുകൊണ്ടാണ്? കറുത്ത പ്രതലം രാത്രിയിൽ പോയാൽ ആ അതൊരു എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു റിഫ്ലക്ടർ സഹായിക്കും. ഓട്ടോറിക്ഷയുടെ മുകളിൽ മഞ്ഞ പടുത, ഫ്രണ്ടിൽ മഞ്ഞ പെയിന്റ് അടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓട്ടോറിക്ഷ വളരെ ദൂരെ നിന്ന് പോയാൽ ഒരു കരഞ്ഞണ്ട് പോകുന്നു എന്നാണ് ചിലർ പറയുന്നത്. അപ്പം ആ മഞ്ഞ പ്രതലത്തിൽ ലൈറ്റ് അടിക്കുമ്പം ഓട്ടോറിക്ഷ പോകുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പം ഇവിടെ ഇതൊന്നുമില്ല. 3 പോലീസുകാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ എന്തിനാ പിന്നെ കയറ് കെട്ടിയത്? ആ പോലീസുകാർ പറയുന്നിടത്ത് നിൽക്കുമായിരുന്നെങ്കിൽ. അപ്പം അതൊന്നുമല്ല. ഇത് ചെയ്ത തെറ്റിനെ, അല്ല തൻ്റെ സഹപ്രവർത്തകർ ചെയ്ത തെറ്റിനെ യാതൊരു ന്യായീകരണവുമില്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. തൃശ്ശൂര് അവിടെ ഒരു കലിങ്കിനകത്ത് കലിങ്ക് പണിതുകൊണ്ടിരുന്നപ്പം അവിടെ മുന്നറിയിപ്പ് ബോർഡില്ലായിരുന്നു പറഞ്ഞ് അവിടുത്തെ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്തല്ലോ. അടൂര് ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ അവിടുത്തെ കലിങ്കിനകത്ത് വീണപ്പം ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്റെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്തല്ലോ. അപ്പം അങ്ങനെയൊക്കെ എടുക്കുന്ന ഈ പോലീസ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇത്ര ലാഘവത്തോടു കൂടി ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ, അദ്ദേഹത്തിന്റെ ജാതകമൊക്കെ എടുക്കുക, അദ്ദേഹം ഇനി മദ്യപിച്ചെന്ന് തന്നെ കൂടുക, എങ്കിൽ പോലും ഇങ്ങനെ കയറ് കെട്ടി കൊല്ലാൻ പറ്റുമോ? ഏത് നിയമം അനുസരിച്ചിട്ടാണ്? അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആ കുടുംബത്തിന് ഇതുവരെ ഇതിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ആശുപത്രി ചെലവും ഒരു 50 ലക്ഷം രൂപയെങ്കിലും ആ കുടുംബത്തിന് തുടർന്ന് ജീവിക്കാനുള്ള കോമ്പൻസേഷൻ ഇവിടെ അതിൽ കൂടുതലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പണം കൊടുക്കുകയും അതിൻ്റെ നിശ്ചിത ശതമാനം അത് സർക്കാർ തീരുമാനിക്കട്ടെ. ഇതിൻ്റെ ബന്ധപ്പെട്ട ഇതിന് കാരണക്കാരായവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്തില്ലെങ്കിൽ നാളുകളിൽ ഇത് വീണ്ടും ആവർത്തിക്കും. അത് ആവർത്തിക്കാതിരിക്കാൻ അല്ലാതെ ഈ കയറ് കെട്ടിയ ഉദ്യോഗസ്ഥനോടോ അല്ല ആരാന്ന് പോലും നമുക്കറിയത്തില്ല, അവരോടുള്ള വിരോധം കൊണ്ടല്ല, നാളുകളിൽ ഇങ്ങനെ ഒരു വിലപ്പെട്ട ജീവൻ, അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ജീവനാണെങ്കിലും ഒരു സാധാരണ പൗരന്റെ ജീവനാണെങ്കിലും ജീവന് ജീവന്റേതായ വിലയുണ്ട്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് ഇവർ പരാതി നൽകാനിരിക്കുകയാണ്.
ഈ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി എടുക്കുന്ന നിർദ്ദേശപ്രകാരം എന്തെങ്കിലും നടപടികൾക്ക് സാധ്യതയുണ്ടോ? മാത്രമല്ല ഇപ്പോൾ ചിപ്പി പറയുന്നതനുസരിച്ച് ഇനിയും പണം കൊടുക്കാനുണ്ട് ആശുപത്രിക്ക്. 1.5 ലക്ഷത്തോളം തുക ചിലവായിട്ടുണ്ട്. അപ്പോൾ ആ പണമെങ്കിലും നഷ്ടപരിഹാരം, ആ പണം പോരാ, നഷ്ടപരിഹാരം നൽകേണ്ടതല്ലേ? അല്ല, ബഹുമാനപ്പെട്ട ജോയിയെ പോലെ ഉള്ളവരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും നീതി കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അല്ല, എന്താണ് വഴി? നഷ്ടപരിഹാരം നേടിയെടുക്കാൻ എന്താണ് വഴി? അല്ല, വഴി ഇപ്പം ഇതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായി കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇനിയിപ്പോൾ ആ കുടുംബത്തിന് വേറൊരു അത്താണിയില്ല. ആ ചെറുപ്പക്കാരനായിരുന്നു ഇനി ആ കുടുംബം നടത്തിക്കൊണ്ട് പോകേണ്ടിയിരുന്നത്. അപ്പോൾ ആ കുടുംബത്തിനെ സത്യത്തിൽ സർക്കാർ ഏറ്റെടുക്കുക ചെയ്യേണ്ട. ഏറ്റെടുക്കാൻ ഈ പറയുന്നത് പോലെ നമ്മൾ ഇവിടെ സാധാരണഗതിയിൽ ഇതൊന്നുമില്ലാതെ ആളുകൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് കോമ്പൻസേഷൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളതല്ലേ. വേണ്ട, നമ്മളെ ഇവിടെ കൊലയാളികളായ ആളുകളെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആ കൊല നടത്തിയതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ CBI കേസ് ഏറ്റെടുക്കരുതെന്നും പറഞ്ഞ് 1-2 കോടി രൂപ കേരള ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്ന കേരള സംസ്ഥാനത്തിന് ഇങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയുടെ പേരിൽ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു തെറ്റ് പറയാനില്ല. ആ കോമ്പൻസേഷനിൽ നിശ്ചിത ശതമാനം അതിൻ്റെ ബന്ധപ്പെട്ട ഉത്തരവാദികളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അവർ ഇനി നാളെ മുതൽ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി ആ സഹോദരിയൊക്കെ നടക്കാൻ ഇടവരരുത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ജനങ്ങളുടെ ഒരു വികാരം അല്ലെങ്കിൽ മാധ്യമങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ കാര്യം കണ്ടില്ല എന്ന് ധരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ചിപ്പി, അവസാനമായി ചിപ്പിക്ക് സർക്കാരിനോടും പോലീസിനോടും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കാരണം പോലീസ് DGPക്ക് സീക്രട്ട് ഫണ്ടിൽ നിന്ന് തീർച്ചയായിട്ടും 1-2 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുക്കുക. അവരെ ആശുപത്രി ചെലവ് പോലീസിൻ്റെ ഭാഗത്തൊരു വീഴ്ചയായതുകൊണ്ട് സർക്കാരും മറ്റു ഭാഗത്തു നിന്നുള്ള അത് പണം പിന്നീട് വരാൻ സമയമെടുക്കും, കാലമെടുക്കും. അതുകൊണ്ട് അടിയന്തരമായി തീർച്ചയായിട്ടും പോലീസ് ഭാഗത്തൊരു വീഴ്ചയായതുകൊണ്ട് അടിയന്തരമായി ആ കുട്ടികൾക്ക് ഒരു 2 ലക്ഷം രൂപയെങ്കിലും കൊടുക്ക്. ഹോസ്പിറ്റലിലെ ബില്ല് തീർത്ത് മനസ്സമാനമായിട്ട് ഇരിക്കട്ടെ. ബാക്കി നമുക്ക് പിന്നീട് നിയമപരമായി അതിന് ഫൈറ്റ് ചെയ്ത് വാങ്ങേണ്ട ഒരു ചുറ്റുപാടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ പോലീസിന് അതിന് ഫണ്ടുണ്ട്, കൊടുക്കാം. പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയാണ്. അവിടെ കമ്മീഷണർ വിചാരിച്ചാൽ DGP റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അതിന് അടിയന്തരമായി ആ കുട്ടികൾക്ക് കുറച്ച് പൈസ കൊടുക്കുന്നതാണ് നല്ലത്. ശരി, ശ്രീ ജോയ്, എന്തെങ്കിലും പറയാനുണ്ടോ, കൂട്ടിച്ചേർക്കാനുണ്ടോ? ഒരു ക്ലാരിഫിക്കേഷൻ, എനിക്കൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ. ഞാൻ ഒരിക്കലും ആ വടം കെട്ടിയതിനെ സപ്പോർട്ട് ചെയ്തില്ല. അതൊരു വീഴ്ചയായിട്ട് ഞാൻ പറഞ്ഞത്. അല്ലാതെ അങ്ങനെ കെട്ടേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലാതെ അത് വടം കെട്ടിയത് ശരിയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശരി ചിപ്പി, അവസാനമായി സർക്കാരിനോടും പോലീസിനോടും എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഇതുപോലുള്ള പ്രൈം മിനിസ്റ്ററോ ആരായിക്കോട്ടെ, അവർക്ക് സെക്യൂരിറ്റി എടുക്കുമ്പോൾ ചുറ്റുമുള്ള ജനങ്ങളെ കൂടിയിട്ട് പരിഗണിക്കേണ്ടത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ എൻ്റെ അനിയൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പലരും എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ ഇന്നിരുന്ന് കണ്ടായിരുന്നു, പലരും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അനിയനെ ഞാൻ കൊച്ചേന്നൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ പലരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പ്രസവിച്ചതാണ് ഇവിടെ ഇത്രയും കൊച്ചേന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോകുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്കത് ഓവർ ആക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഒന്നുമല്ല. അതായത് ഞാൻ കാക്കനാടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ മന്ത്ലി പോയി വരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് എൻ്റെ അമ്മയെ മെഡിസിനൊക്കെ കൊടുത്ത് നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ ഇന്ന് അവനില്ല. ഇപ്പോൾ എനിക്ക് ഈ വീട്ടിൽ അവരെ രണ്ടുപേരും ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോകാൻ കഴിയില്ല. കാരണം അവരിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവർ ഒറ്റക്കാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അവൻ്റെ ഓർമ്മകളിൽ സങ്കടപ്പെട്ടിരിക്കേ ഉള്ളൂ. അപ്പം എന്ത് വന്നാലും അപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായാൽ കൂടിയിട്ട് നോക്കാൻ അവനില്ല. അപ്പോൾ ഇതേപോലെ അത്രയും എനിക്ക് ബാക്ക് ബോണായിട്ട് നിന്ന എൻ്റെ ബ്രദർ പെട്ടെന്നൊരു സുപ്രഭാതത്തിന് പോയി എന്ന് പറയുമ്പോൾ എനിക്കത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവൻ ഈ വീട്ടിലുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഇപ്പോൾ കൂടി ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും സുരക്ഷകൾ ഒരുക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കൂടിയിട്ട് അത്യാവശ്യം ബോധമുള്ള ഉദ്യോഗസ്ഥരെ നിർത്തുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി ചിപ്പി, ഈ ദിവസത്തിലും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന്. അതിലൊരു ചിപ്പിയുടെ കുടുംബത്തിന്, മനോജിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല.
മുൻ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിയ സർക്കുലർ പരിശോധിക്കാതെ തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.